ഹലോ, നമുക്ക് ഇന്നല്പം കുപ്പച്ചീര തോരൻ വെച്ചാലോ? ഇതിനെ കുപ്പച്ചീര എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തുവാന്ന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ഈ അരിയെല്ലാം ഞാൻ അങ്ങ് അരിഞ്ഞിട്ടുണ്ട്, ക്ലീൻ ചെയ്ത്. ഇനി നമുക്ക് അരിഞ്ഞൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇതല്പം ചക്കക്കുരു, ഇതെല്ലാം ഞാൻ ഒരു പ്രാവശ്യം വേവിച്ചെടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അതെല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചക്കക്കുരും കൂടി ഇട്ടൊന്ന് വഴറ്റാം. ആ ചക്കക്കുരുവിന് ആവശ്യമായ ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റാം. അതിന് ശേഷം മസാല ഉണ്ടാക്കാം. പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചതച്ചെടുത്തുകൊണ്ട് വന്നത് ചക്കക്കുരുവിനകത്തോട്ടിട്ട് ഒന്ന് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണം എല്ലാം മാറുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുപ്പച്ചീര ഇട്ട് തല്ലിപ്പൊത്തി 5 മിനിറ്റ് അടച്ചു വെക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ ഇളക്കുകയൊക്കെ ചെയ്യണം. അത് അടിയിൽ പിടിക്കാതെ തീ കുറച്ചും കൂട്ടിയൊക്കെ ഇട്ട് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കിയും തിരിച്ചും മറിച്ചുമൊക്കെ ഇടണം. ഇതൊന്ന് ആവി കയറി വന്നപ്പോഴത്തേന് കണ്ടോ, ഫുള്ളുണ്ടായിരുന്നതെല്ലാം അങ്ങ് താഴ്ന്നു വന്നു, കുറച്ചുള്ളൂ. ഇനിയും അതിനകത്ത് ഉപ്പ് നോക്കുക. ചീര വെന്ത് കഴിഞ്ഞിട്ടാണ് ചീരയ്ക്ക് ഉപ്പിടുന്നത്. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയി കഴിഞ്ഞെങ്കിൽ നമ്മുടെ ചീരത്തോരൻ റെഡിയായി. വാവ്, നല്ല സ്വാദിഷ്ടമായ കുപ്പച്ചീര ചക്കക്കുരു തോരൻ റെഡി. ഓക്കേ, ബൈ.